അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവയുടെ പൂർണ്ണമായ പുസ്തകം മുഴുവനുള്ള റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ മോഡൽ ചോദ്യപേപ്പർ നോക്കാൻ വരേണ്ടത്. അപ്പൊ നമ്മൾ തദ്രീബു തിലാവയുടെ മോഡൽ ചോദ്യപേപ്പറും അതുപോലെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ പരീക്ഷയ്ക്കും ഹിഫ്ള് പരീക്ഷയ്ക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താനാണ്. ഹുറൂഫുൽ ഹൽഖ്. ഹൽഖ് പറഞ്ഞ തൊണ്ടയിൽ വരുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 6 ഹംസ്, ഹ, ഐന്, ഹ, ഖൈന്, ഖ അല്ലെ. അപ്പോ ഏതാണ് ഇതിൽ തൊണ്ടയിൽ വരുന്ന അക്ഷരങ്ങൾ എന്നാ ചോദിക്കുന്നത്. നമുക്കറിയാം ഹ എന്ന് പറഞ്ഞു നോക്കുക, തൊണ്ടേന്നാണ്. അപ്പൊ ഇതാണ് ശരി. ജീമല്ല, ഖാഫില്ല. അടുത്ത് ഹുറൂഫുൽ ഇഖ്ഫാ. ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ 15 ഉണ്ട്. ആ 15 നിങ്ങൾ ചൊല്ലി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഏതിന്റെ നോക്കിയാൽ മതി. റാ ഏതിന്റാണ്? ഇദ്ഗാമും ബിലാഗുന്ന അല്ലെ, ലാമ് റാ അത് പറ്റൂല. അടുത്ത് ഖാഫ്, പിന്നെ ഖാ ഏതിന്റാണ്? ഖാ പിന്നെ ഇൽഹാറിന്റെ ആണ്, അഥവാ തൊണ്ടേന്ന് വരുന്ന അക്ഷരമാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ഇഖ്ഫാന്റെ അക്ഷര. ഇത് ഇൽഹാറിന്റെ അക്ഷരമാണ്. തൊണ്ടേന്ന് വരുന്ന അക്ഷരങ്ങളൊക്കെ ഇൽഹാറിന്റെ അക്ഷര. പിന്നെ ഏതാണ് ശരി? ഖാഫാണ് ശരി. അടുത്ത ഹുറൂഫുൽ ലിസാന്. ഹുറൂഫുൽ ലിസാന് പിന്നെ 18 അക്ഷരങ്ങളുണ്ട്. ആ 18 അക്ഷരങ്ങളും ചൊല്ലി നോക്കാൻ കഴിയില്ല. പിന്നെ ഇത് നോക്കുക, ഹ ഏതിന്റെ അക്ഷരം നമുക്കറിയാം. ഹ ഏതിന്റെ അക്ഷരാണ്? തൊണ്ടേന്ന് വരുന്നതാണ്. അപ്പൊ ലിസാന്റെ അക്ഷരമല്ല. ഹാ അത് തൊണ്ടേന്ന് വരുന്നതാണ്, അത് ലിസാന്റെ അക്ഷരമല്ല. അടുത്ത ജീമ്, ഇതാണ് ശരി, ജീമ്. അടുത്ത ഹുറൂഫുൽ ജൗഫ്. ജൗഫ് പറഞ്ഞാൽ 3 അക്ഷരമേ ഉള്ളൂ. ഏതൊക്കെ? അലിഫു, ഔ, ആവി അല്ലെ. നമ്മൾ ഷോർട്ട് പറഞ്ഞ ആവി എന്നാണ്. അപ്പോ ആവിയിൽ വാവ് ഉണ്ട് ഇവിടെ. അപ്പൊ വാവാണ് ശരി. മീമില്ല, ലാമില്ല. അടുത്ത് ഫരീഖും ഫിൽ ജന്ന. ഇഖ്ലാബാണോ ഇദ്ഹാറാണോ ഇഖ്ഫ ആണോ? എങ്ങനെ നോക്കാം? ആദ്യം നമ്മൾ ഇതിൽ തപ്പേണ്ടത് സുക്കൂനുള്ള നൂനോ ഒന്നുമില്ലാത്ത നൂനോ തൻവീനുണ്ടോ നോക്കാം. ഏതാ ഇതിലുള്ളത്? തൻവീൻ ഉണ്ട്. കണ്ടോ? തൻവീൻ ഉണ്ട്. തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാണ്? ഫ ആണ്. ഇനി നമ്മൾ നോക്കാം ഫ ഏതിന്റെ അക്ഷരാണ്? ഫ ഏതിന്റെ അക്ഷരാണ്? ഫ ഇഖ്ലാബിന്റെ അക്ഷരം ബ ആണ്. അപ്പൊ ബ അല്ല. ഇൽഹാറിന്റെ അക്ഷരം ഹംസ്, ഹ, ഐന്, ഹ, ഖൈന്, ഹ അതാണ്. അതും അല്ല, ഫ ആണ് ഇവിടെ. ഫ. അപ്പൊ പിന്നെ ഏതാ ഉള്ളത്? ഇഖ്ഫ ആണ്. അപ്പൊ ഏതാ ശരി? ഇഖ്ഫ. അടുത്ത് തവ്വാബുർ റഹീം. തവ്വാബുർ റഹീം. നൂനുണ്ടോ? ഇല്ല. തൻവീൻ ഉണ്ടോ? ഉണ്ട്, തൻവീൻ ഉണ്ട്. ഇവിടെ തവ്വാബ്. അടുത്ത അക്ഷരം ഏതാ? റാ ആണ്. റാ ഏതിന്റെ അക്ഷര? ഇദ്ഗാമും ബിലാഗുന്ന. 2 അക്ഷരം മാത്രമേ ഉള്ളൂ ഇദ്ഗാം ബിലാഗുന്നക്ക്. ലാമും റാവും അല്ലെ. അപ്പൊ അതാണ് ശരി. അടുത്ത് യൗമഇദിൻ സമാനിയ. യൗമഇദിൻ സമാനിയ. ഇവിടെ നൂന തൻവീനുള്ളത് തൻവീൻ ഉണ്ട്. തൻവീന് ശേഷമുള്ള അക്ഷരം സ ആണ്. സ ഏതിന്റെ അക്ഷര? ഇഖ്ഫാന്റെ അക്ഷരം അല്ലെ. തസജ. അപ്പൊ ഇതാണ് ഇവിടെ ശരി, ഇഖ്ഫ. അടുത്ത് കുല്ലു നഫ്സിൻ മഅഹ. തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം മീമാണ്. മീം ഏതിന്റെ അക്ഷര? ഇദ്ഗാമും ബിഗുന്ന. അടുത്ത് അലീമൻ ഹകീമ. അലീമൻ ഹകീമ. ഇവിടെ തൻവീന് ശേഷം ഏതാണ്? ഹ ആണ്. ഹ ഏതിന്റെ അക്ഷര? തൊണ്ടേന്ന് വരുന്നതാണ്. അപ്പൊ വെളിവാക്കേണ്ടതാണ്, ഇദ്ഹാറാണ്. അപ്പൊ ഇതാണ് ഇവിടെ ഇതിന്റെ ഇദ്ഹാർ. അടുത്ത് ബാബും ബാത്തിനുഹു. അതേതാണ്? ബാ ആണ്, ഇഖ്ലാബാണ്. ഓക്കെ. അടുത്ത താഴെ പറയുന്ന ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾക്ക് ഉദാഹരണം എഴുതാം. അപ്പൊ ഉദാഹരണമാണ് ഇവിടെ ചോദിച്ചത്. ഉദാഹരണം ചോദിച്ചാല് കുറച്ച് റിസ്ക് തന്നെയാണ് അല്ലെ. ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? കാണാതെ കിട്ടുന്നവർക്ക് കുഴപ്പമില്ല. ഇവിടെ മീമിന്റെ ഉദാഹരണമാണ് ചോദിച്ചത് അല്ലെ. കുല്ലു നഫ്സി, കിതാബിലുണ്ട് ഉദാഹരണം. കുല്ലു നഫ്സിൻ മഅഹ. ഇവിടെ മീമല്ലേ. അപ്പൊ കുല്ലു നഫ്സിൻ മഅഹ ഇതാണ് ഇദ്ഗാം ബിഗുന്നന്റെ. അടുത്ത ഏതാണ്? നൂനിന്റെ ഉദാഹരണം. നൂനിന്റെ ഉദാഹരണം കിതാബിലുണ്ട്. ഇതാ തൽഉൻ നളീദ്. തൽഉൻ നളീദ്. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ ഇതാണ് മോഡൽ ചോദ്യപേപ്പർ. ഇനി നമുക്ക് ഇവിടെ ഖുർആന്റെ ചോദ്യമുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 7, 8, 9 ആയത്തുകൾ ഓദിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഹിഫ്ലിന്റെ ചോദ്യമുണ്ട്. വത്തീനി സൂറത്തും വല്ലുഹ സൂറത്തും ആയത്ത് ഓദിപ്പിക്കാനും. പിന്നെ റബ്ബന വലംന അതും. അപ്പൊ നമ്മള് ഹിഫ്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. തദ്രീബു തിലാവ പിന്നെ അതിലുള്ള മഞ്ഞ ബോക്സിലുള്ളത് പഠിക്കണം. ഇനി നമ്മൾ ഖുർആനിന്ന് 2 ഭാഗം സെലക്ട് ചെയ്യണം. ഏത് പരീക്ഷയ്ക്കും ഖുർആൻ ഇപ്പൊ നമ്മൾ പറയുന്ന ഭാഗം വരണമെന്നില്ലല്ലോ. ഏത് ഭാഗം വന്നാലും ഖുർആൻ പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ റജബ് മാസം എടുക്കേണ്ട സൂറത്താണ് സൂറത്ത് സുഹ്റുഫ്. ആ സുഹ്റുഫ് സൂറത്തിന്റെ അവസാനത്തെ 3 ആയത്താണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ആദ്യം. അപ്പൊ അത് എങ്ങനെ തെറ്റില്ലാതെ ഓതാം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ ഖുർആന്റെ പരീക്ഷയ്ക്ക് തലേ ദിവസം ഇരുന്ന് കുറെ ഓതി നോക്കിയതുകൊണ്ടൊന്നും
എന്താവൂല, പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ഓതാൻ കിട്ടണമെന്നില്ല. മറിച്ച് ഇത് എക്സസൈസ് പോലെയാണ്. നിത്യമായി ഖുർആൻ ഓതുന്ന, നന്നായി വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന കുട്ടികൾക്ക് നല്ല ഒഴുക്കോട് കൂടി വൃത്തിയിൽ ഓതാൻ കഴിയും. അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് പഠിച്ചത് കൊണ്ടൊന്നും ഓതാൻ കിട്ടൂല. ഇനി ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ അഊദു ബിസ്മി ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ നൂനിന് സുക്കൂനാണ്. അപ്പോ ഇവിടെ മീം ഈ മീമിലേക്ക് ചേർത്തിട്ട് ഓതണം. ഇവിടെ എന്ത് ചെയ്യണം? വെളിവാക്കണം. ഇവിടെയും വെളിവാക്കണം. ബിസ്മില്ലാഹ്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യുഫകൂൻ. ഇവിടെ ചില കുട്ടികൾ ഫഅന്നയാന്നൊക്കെ ഓതും. ഇവിടെ അന്നയാന്ന് ഓതാൻ പറ്റില്ല, ഫഅന്നാന്നേ ഓതുള്ളൂ. ഫഅന്നാ. ഇവിടെ യുഫകൂൻ ഓതണ്ട, യുഫകൂൻ. ഇവിടെ ഖലഖഹും എന്ന് മണിക്കാൻ പാടില്ല. ഖലഖഹും ലയഖൂലുന്ന. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യുഫകൂൻ. വഖീലിഹി യാ റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. ഇവിടെ നമ്മൾ പഠിച്ച പല നിയമങ്ങളും വരുന്നുണ്ട്. ഒന്ന് ഇന്ന ശബ്ദുള്ള നൂനാണ്, അപ്പൊ മണിക്കണം. ഇന്ന. അതുപോലെ ഇവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ്, മണിക്കാൻ പാടില്ല. ഖൗമുല്ല യുഅ്മിനൂൻ. വഖീലിഹി യാ റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ ലാ യുഅ്മിനൂൻ. ഫസ്ഫഹ് അൻഹും വഖുൽ സലാമുൻ ഫസൗഫ യഅലമൂൻ. ഇവിടെ വെളിവാക്കണം. അൻഹും വഖുൽ സലാമുൻ ഫസൗഫ യഅലമൂൻ. ഇനി നമ്മൾ അടുത്ത ദുഹാൻ സൂറത്തിന്റെ 2-3 ആയത്തുകൾ നമ്മൾ എടുക്കാൻ പോവാണ്. ദുഹാൻ സൂറത്തില് 5, 6, 7 ഈ 3 ആയത്ത് നമ്മൾ നോക്കാൻ പോവാം. ഇവിടെ ചില കുട്ടികൾ അമ്രാമീൻ ഓതും. അമ്രാമീൻ നല്ല ഇവിടെ ഓതേണ്ടത്. ഇവിടെ ഈ അലിഫ് വായിക്കൂല. ഇവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്, അപ്പൊ മണിച്ച് ചേർത്തി ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അംറം മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതം മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മണിക്കണം. അംറമ്മിൻ, പിന്നെ മിൻ ഐ ഇവിടെ വെളിവാണ്. ഇൻദിന ഇന്ന മണിക്കണം. കുന്ന. അപ്പൊ നമ്മൾ പഠിച്ച പല നിയമങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആയത്തെടുത്തത്. അംറം മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതം മിർ റബ്ബിക. ഇവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ്, മണിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ മണിക്കും വേണം. റഹ്മത്തിന്റെ അവിടെ മണിക്കും വേണം. റഹ്മതം മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അപ്പൊ അങ്ങനെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റജബ് മാസം എടുത്ത പാഠത്തു നിന്നുള്ള ചോദ്യം ഇപ്പൊ നമ്മൾ നോക്കി. ഇനി നമ്മൾ ജുമാദുൽ ഊലയിൽ പഠിച്ച പാഠത്തു നിന്നുള്ള ചോദ്യം. അതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾക്ക് അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന മാർക്കിന്റെ രീതിയാണ് പറയുന്നത്. അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ എന്ന് പറഞ്ഞാൽ സ്റ്റെക്ക് ഇല്ലാതെ പാരായണം ചെയ്ത 15 മാർക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിനാണ്. പിന്നെ മിംബാദി എന്നതിൽ ഇഖ്ലാബ് ആക്കി ഉച്ചരിക്കുന്നതിന്. അപ്പൊ അന്ന് നമ്മൾ പഠിച്ചിരുന്ന ഇഖ്ലാബായിരുന്നു. ഇനി നമുക്ക് ഇഖ്ലാബ് അല്ല, ഇനി നമുക്ക് ഇദ്ഗാമും ബിഗുന്നുണ്ട്, ഇദ്ഗാമും ബിലാഗുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇദ്ഗാമും ബിഗുന്നയോ ബിലാഗുന്നയോ ഉള്ള ആയത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതിന് 3 മാർക്കാണ് ഇവിടെ അന്ന് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇദ്ഗാമും ബിഗുന്ന വരുന്ന ഒരായത്ത് വന്നിട്ട് അവിടെ മണിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് അതിന് 3 മാർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ബിലാഗുന്ന വന്നിട്ട് മണിക്കാതെ ഓതിയിട്ടുണ്ടോ എന്നാൽ അതിന് മാർക്ക് ഉണ്ടാവും. ബിലാഗുന്ന മണിക്കാൻ പാടില്ലല്ലോ.
പിന്നെന്താ ഇന്ന എന്നതിൽ ഷദ്ദുള്ള നൂൻ, അപ്പൊ ഷദ്ദുള്ള നൂന് മണിക്കുന്ന സ്ഥലം, അപ്പൊ അതിന് 3 മാർക്ക്. പിന്നെ ലയുസമ്മൂന എന്നതിലെ ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്യുന്നതിന് 3 മാർക്ക്. പിന്നെ ഹാവും ഗൈനും ഉച്ചരിക്കുന്നതിന് അതിന്റെ ഉച്ചാരണ ശുദ്ധിക്ക് 3 മാർക്ക്. അപ്പൊ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും? ഇദ്ഗാമും ബിഗുന്ന അതിന് 3 മാർക്ക്, ഇദ്ഗാമും ബിലാഗുന്ന അത് മണിക്കാതെ വൃത്തിക്കോതിയിട്ടുണ്ടെങ്കിൽ അതിന് 3 മാർക്ക്. പിന്നെ ഉന്നത്ത് പരിഗണിക്കും. ഉന്നത്ത് പറഞ്ഞാൽ എന്താ? മണിക്കല്. അപ്പൊ ആ മണിക്കൽ ഇന്നയും ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും വന്നിട്ടുണ്ടെങ്കിൽ അത് മണിക്കലിന് 3 മാർക്ക്. പിന്നെ നമുക്ക് വരുന്നതാണ് ഇൽഹാർ അഥവാ വെളിവാക്കി ഓതല്. ആ വെളിവാക്കി ഓതലിന്റെ സ്ഥലം തന്നിട്ട് അവിടെ വെളിവാക്കിയിട്ടുണ്ടോ അതിന് 3 മാർക്ക്. അങ്ങനെയും കൂടിയും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു ഭാഗം കൂടി ഓതാൻ പോകണം. അപ്പൊ ഇതാണ് നമ്മൾ ഏത് ഓതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിയമങ്ങളാണ്. അപ്പൊ നമ്മൾ സൂറത്തുൽ ഹുജറാത്ത് ജുമാഅത്തുൽ ഊലയിൽ പഠിപ്പിക്കേണ്ട പാഠാണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൽ നിന്ന് ഒരു 3 ആയത്ത് നമ്മൾ നോക്കാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. കണ്ടോ? ഇവിടെ ഷൈഇൻ ഇത് നമ്മൾ പഠിച്ചാണ്. അലീം ഇവിടെ ഷൈഇൻ ഓതാൻ പാടില്ല, തെറ്റാണ്. ഷൈഇൻ അലീം ഇവിടെ ഷദ്ദുള്ള നൂൻ മണിക്കണം. പിന്നെ അപ്പൊ യമുന്നൂന നോതാൻ പറ്റൂല, യമുന്നൂന നോതണം. അൻ അസ്ലമു ഓതാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഓതാൻ പറ്റില്ല. കുല്ല ഇവിടെ തമുന്നു പോരാ, തമുന്നു. ഓക്കെ. ഇവിടെ ബലില്ലാഹു നോതരുത്. ചില കുട്ടികൾ ഇവിടെ ബലില്ലാഹു ഓതും. ബലില്ലാഹു അല്ല, ബലില്ലാഹു. ഇവിടെ യമുന്നു മണിക്കണം, യമുന്നു നോതരുത്. പിന്നെ അലൈക്കും അങ്ങനെ ഓതാൻ പാടില്ല, അലൈക്കും അൻഹദാക്കും. പിന്നെ ഇൻ കുന്തും നോദനം, ഇൻ കുന്തും നോദരുത്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും. അപ്പൊ ശ്വാസം കിട്ടാതായ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ ബാക്കി യമുന്നു അലൈക്കും മുതൽ ഓതാം. അല്ല നിങ്ങൾക്ക് ഇവിടെ നിർത്താൻ ഒരു കുഴപ്പമില്ല, അതിനൊന്നും മാർക്ക് കുറയൂല. മനസ്സിലായോ? നിങ്ങൾ എത്ര നിർത്തിയോ അതിനൊന്നും മാർക്ക് കുറയും. പക്ഷെ ഇങ്ങനെ ഓതരുത്. യമുന്നൂന അലൈക അൻ അസ്ലമു കുല്ല തമുന്നു അങ്ങനെ ഓതിയാൽ ഒന്നും മാർക്ക് ഉണ്ടാവില്ല, ഒരു 4-5 മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒഴുക്കോട് കൂടി ഓതണം. അത് ഒരുപാട് തവണ ഓതിയാലേ കിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. ഇന്നല്ലാഹ നോദരുത്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ഇവിടെ ഇഖ്ലാബ് ഉണ്ട് അല്ലേ? ഇഖ്ലാബ് പറഞ്ഞാൽ നൂനെ മീമാക്കി തൻവീനെ മീമാക്കി ഓതണം. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. അപ്പൊ എല്ലാവരും നന്നായി ഓതി പഠിക്കുക. എല്ലാവർക്കും അല്ലാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഹിഫ്ലിന്റെ പാഠം കൂടി നോക്കാം. ഹിഫ്ല് നമുക്ക് വരുന്നത് പിന്നെ ഈ വല്ലുഹ സൂറത്ത് മുതൽ ഇത് ഫുള്ള് കാണാതെ പഠിക്കണം. വല്ലുഹ സൂറത്ത് മുതൽ കുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള ഏത് സൂറത്തും പരീക്ഷയ്ക്ക് വരാം. പക്ഷെ നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഒന്ന് വല്ലുഹ സൂറത്ത് ഫുള്ള്, പിന്നെ അലം നശ്റ സൂറത്ത് ഫുള്ള്, അത് കഴിഞ്ഞാൽ പിന്നെ വത്തീന് വസ്സൈത്തൂൻ ഫുള്ള്. അപ്പൊ ഈ 3 സൂറത്തുകളാണ് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്തത്. പിന്നെ നേരത്തെ പഠിപ്പിച്ച ഇന്നാ അൻസൽനാഹു സൂറ ഇത് വരൂല കേട്ടോ, ഇത് ഇഫ്ലിന് വരൂല, ഇത് ഇഫ്ലിന് വരൂല. ഇന്നാ അൻസൽനാഹു, പിന്നെ അതുപോലെ വലാദിയാത്തി ഇദാ സുൽസില, പിന്നെ അൽ ഖാരിയ, അൽഹാഖുമുത് തകാസുർ, അതൊക്കെ ഏതും വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഹിഫ്ലിന് പരീക്ഷയ്ക്ക് വരുന്നത് എന്താണ്? ഓരോ തദ്രീബു തിലാവയിൽ ഓരോ പാഠത്തിലും ഇങ്ങനെ ഉണ്ടാവും. റബ്ബന അഫ്രിഖ് അലൈന ഇതുപോലെ ഒരു മഞ്ഞ ബോക്സ് ഉണ്ടാവും. ഈ മഞ്ഞ ബോക്സിലുള്ള ആ ദുആ നിർബന്ധമായും പഠിക്കണം. പ്രത്യേകിച്ച് 8ാമത്തെ പാഠം മുതൽ തദ്രീബു തിലാവയിൽ 8ാമത്തെ പാഠം വഹ്ദത്തു സാമിന 8ാമത്തെ പാഠം മുതലുള്ള ഓരോ മഞ്ഞ ബോക്സും അത് സാധ്യത ഉള്ളതാണ്, പരീക്ഷയ്ക്ക് കൂടുതൽ സാധ്യത ഉള്ളതാണ്. ഇതല്ലാതെ ഏത് മഞ്ഞ ബോക്സും വരാം. അതായത് 1ാം പാഠം മുതലുള്ള ഏത് മഞ്ഞ ബോക്സും വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഈ 8ാം പാഠം മുതൽ 8, 9, 10 മുതൽ പാഠങ്ങളിലുള്ള മഞ്ഞ ബോക്സ്